ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളും ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. അതായത് എല്ലാ ദിവസവും സന്തോഷമോ എല്ലാ ദിവസവും സങ്കടമോ ആയിരിക്കില്ല. ഇത് രണ്ടും കൂടി ഇടകലർന്നതാണ് മനുഷ്യൻ്റെ ജീവിതം. ഇത് ഒരു പുതിയ അറിവല്ല ഞാൻ ഈ പകരുന്നത്, അതെനിക്ക് നല്ലോണം അറിയാം. സന്തോഷം വരാനും സങ്കടം വരാനുമൊക്കെ പല വഴികളുണ്ട്. സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 4 വഴിക്കൂടെയും ഒരുപക്ഷെ അത് നമ്മളെ തേടിയെത്തി വന്നു എന്നിരിക്കും. സങ്കടങ്ങളും അതുപോലെ തന്നെയാണ്. നമ്മൾ ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത വഴികളിലൂടെയൊക്കെ അത് കയറി വരും. എന്നാൽ ഇതിനോടൊക്കെ ഉള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നുപോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കൂരിരുൾ താഴ്വര എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ മരണനിഴലിൻ്റെ താഴ്വര എന്ന് തന്നെയാണ് കേട്ടോ. അതായത് ആ നിലയിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും ഭയപ്പെടുകയില്ല. കാരണം ഉറച്ച വിശ്വാസമുണ്ട്, ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത്. ഇന്നും നമുക്ക് യേശുവിനോട് കൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തൊടുധ്യാനത്തിനായി 42-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കട്ടെ. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. വായിച്ച വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കും മുമ്പ് മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ഡെയിലി ബ്രെഡ്, അനുദിന ധ്യാനം എന്നൊക്കെ പറയുന്ന പുസ്തകം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അല്ല, പലരും ഇത് വായിച്ചിട്ടുമുണ്ട്, പലരും സ്വന്തമാക്കിയിട്ടുമുണ്ട്. വളരെ നല്ല അനുദിന ധ്യാന ചിന്തകളാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊരാൾക്കും എന്നും പ്രചോദനം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളുടെ കലവറയാണ് പല ഡെയിലി ബ്രെഡ് ബുക്കുകളും. അങ്ങനെയുള്ള ഒരു പുസ്തകത്തിലെ ഒരു ഓർമ്മയാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ജെയിംസ് ബ്രൂക്സ് എന്ന ഒരു ദൈവദാസൻ ഒരു ദിവസം തൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയി. അദ്ദേഹം ആ ദൈവദാസന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ മുതൽ ഒരു പക്ഷിയുടെ ഗാനം കേൾക്കാൻ കഴിഞ്ഞു. എന്നാൽ അത് എവിടെ നിന്നാണ് ആ ഗാനമെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞില്ല. വെറും ഒരു സാധാരണ കിളിയുടെ ശബ്ദം എന്നുള്ളതിനേക്കാൾ ഹൃദ്യമായ ശ്രുതിമധുരമായ ഗാനമായിരുന്നു അത്. ഒടുവിൽ ആ പക്ഷിയെ താൻ കണ്ടെത്തി. കൂട്ടിലടയ്ക്കപ്പെട്ട മനോഹരമായ ഒരു പക്ഷി. ബ്രൂക്സ് ഉടൻ തന്നെ സ്നേഹിതനോട് ഇങ്ങനെ അന്വേഷിച്ചു, ഇത്രയും മധുരമായി ഈ പക്ഷിക്ക് എങ്ങനെ പാടുവാൻ കഴിയുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ പക്ഷി ഇങ്ങനെ പാടുവാൻ കാരണം ഒരു അധ്യാപകൻ എല്ലാ ദിവസവും വന്ന് ഈ പക്ഷിയെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈണവും താളവും ഒക്കെ അതിമനോഹരമായ നിലയിൽ അതിനെ പരിശീലിപ്പിക്കുന്നുണ്ട്. എന്നാൽ രാത്രിയുടെ ഏകാന്തതയിൽ മാത്രമേ ഇത് സാധ്യമാകൂ. അങ്ങനെ രാത്രിയിൽ മാത്രമേ ഈ പക്ഷിക്ക് മറ്റെല്ലാം മറന്ന് ശ്രുതിമധുരമായി പാട്ടുപാടുവാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള രാത്രികൾ നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. ഇതൊന്ന് രാത്രി മാത്രമല്ല ജീവിതം. രാത്രി ഉണ്ടെങ്കിൽ മനോഹരമായ ഒരു പകലും നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഇരുട്ടുകളെ ഏത് നിലയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്? രോഗമോ ദുഃഖമോ നിരാശയോ ഏകാന്തതയോ പ്രഭാരമോ ബുദ്ധിമുട്ടോ തൊഴിലില്ലാത്ത അനുഭവങ്ങളോ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പിറുപിറുക്കലോടെയോ ശാപവാക്കുകളോടെയാണോ നാം സ്വീകരിക്കുന്നത്? നോക്കണേ, അപ്പോസ്തലനായ പൗലോസും ശീലാസും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുത വിടുതൽ സംഭവിച്ചത് ആരും അവരെ സഹായിക്കാനില്ലാത്ത കൊടും കാരാഗ്രഹത്തിന്റെ അതികഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ സമയത്താണ്. ആ രാത്രിയെ പകലാക്കി മാറ്റുവാൻ അവർ തീരുമാനിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ വാസ്തവമായും അവർ ആരാണെന്ന് തെളിയിക്കപ്പെട്ടു. അവരുടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും മുഖാന്തരം അനേകർക്ക് വിടുതൽ ലഭിച്ചു. പുറമേ നമ്മൾ കാണുന്നത് പോലെ അല്ല പലരും. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കഷ്ടങ്ങളിലൂടെയാണ് അനേകർ കടന്നു പോകുന്നത്. എങ്കിലും അതൊന്നും പുറത്തറിയിക്കാതെ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന വചനത്തിൽ ആശ്രയിച്ച് കർത്താവിനാൽ എല്ലാത്തിനും നീക്കുപോക്കുണ്ടാകുമെന്ന വിശ്വാസത്തോടെ അവർ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മളും കടപ്പെട്ടവരാണ്. ത്തിന്റെ രാത്രികളിൽ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ എന്തു ചെയ്യുമെന്ന് ഒരു സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. രാത്രി സമയത്തും ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ തുടരുന്നു. എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. നമ്മുടെ ആരാധന വേളയിലും
ഒറ്റയ്ക്കിരിക്കുമ്പോഴുമൊക്കെ നമ്മൾ ചില പാട്ടുകൾ പാടി സന്തോഷിക്കാറുണ്ട്. അനേക ദൈവദാസന്മാർ അല്ലെങ്കിൽ ഈ പാട്ട് എഴുതിയ ദൈവദാസന്മാർ അവരുടെ ജീവിതത്തിലെ ഇരുട്ടിൻ്റെയും കയ്പിൻ്റെയും കഷ്ടതയുടെയും മധ്യത്തിൽ അതിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് കഷ്ടതയെ മറന്ന് ദൈവത്തെ ധ്യാനിച്ച് ദൈവാത്മപ്രേരണയാൽ എഴുതിയ ഗാനങ്ങളാണ് നമ്മൾ പാടി സന്തോഷിക്കുന്നതും പാടി ആരാധിക്കുന്നതുമായ ഗാനങ്ങൾ. പല ആരാധനാ ഗീതങ്ങളുടെയും പിന്നാമ്പുറം നോക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതമുണ്ടാവുന്നത്. നോക്കൂ, ജീവിതത്തിലെ കൊച്ചു കൊച്ചു കഷ്ടങ്ങൾ ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റരുത്. അധികം വിശ്വാസത്തോടെ അധികം ഉറപ്പോടെ ദൈവത്തെങ്കിലേക്ക് അടുത്തിയല്ലൂ. ഒരു കാരണവശാലും ദൈവം നിങ്ങളെ കൈവിടുകയില്ല. നമ്മൾ വായിച്ച ആ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യം ചോദിക്കുന്നു. നോക്കൂ, എത്ര സങ്കടകരമായ അനുഭവം. പിന്നെ ജീവിതത്തെ താളം തെറ്റിക്കാൻ കഴിയുന്ന അനേക വാക്യങ്ങൾ മറ്റു പല സങ്കീർത്തനങ്ങളിലും പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തിലുമുണ്ട്. എങ്കിലും ഒടുവിൽ പാടി നിർത്തുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അങ്ങനെ ഒരു നല്ല അനുഭവം ദൈവം നമുക്ക് നൽകട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും അങ്ങയോട് ചേർന്നിരുന്ന് ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ.